ദിവസം മറ്റ്1000 ദിവസത്തെക്കാൾ ഉത്തമമാണെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്താവിന്റെ മുമ്പാകെ നമ്മൾ കഴിക്കുന്ന ഓരോ പ്രാർത്ഥനകൾക്കും കർത്താവ് മറുപടി തരുന്ന ദൈവമാണ്. അവൻ ഹാലലുയ, കർത്താവ് വിശ്വസ്തനാണ്. ഹാലലുയ, നമ്മൾ അവിശ്വസ്തരായിട്ട് നിൽക്കുമ്പോഴും വിശ്വസ്തനായ ദൈവം നമ്മളെ ഹാലലുയ ചേർത്ത് നിർത്തുവാൻ ഹാലലുയ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് നാം ഹാലലുയ സ്തോത്രം ഈ പല കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും കർത്താവ് നമ്മളോട് കരുണ കാണിക്കുവാൻ ഇടയായി തീരുന്നത്. ഹാലലുയ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ 68-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമെന്നാണ് അതിന്റെ മുകൾ ഭാഗത്ത് കാണുവാൻ ഇടയായി തീരുന്നത്. ഏതോ ഒരു വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുന്ന അല്ല കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനായി മണവാളൻ കടന്നു വരുന്ന ചില സന്ദർഭങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്റെ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയ ദൈവത്തിന്റെ വിധങ്ങളും അവർക്കെതിരെ പോരാടി വന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ തകർത്തുകൊണ്ട് അവരെ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ അവരെ നടത്തിയ ഒരു ദൈവം ശത്രു എത്ര പ്രബലനാണ് ആണെങ്കിൽ പോലും അതിന്റെ നടുവിൽ തളരാതെ പതറാതെ തന്റെ ജനത്തെ മുമ്പോട്ട് നയിക്കുമെന്നുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണുവാൻ തീരുന്നത്. അതിലെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 1-ാമത്തെ വാക്യം: ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ബലത്തിലും അന്ത്യ വിജയം ദൈവത്തിന്റെ പക്കലുമാണെന്ന് ഉറപ്പും ധൈര്യവും പ്രാപിക്കുന്ന ഒരു സങ്കീർത്തന വേദഭാഗമാണ്. എന്നുവെച്ചാൽ ദൈവത്തിന്റെ ബലവും ദൈവത്തിൽ നിന്നുള്ള വിജയവും അത് അന്ത്യമാണ്. അത് വിശ്വസിക്കുന്നവർക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെന്ന് ഈ സങ്കീർത്തന വേദഭാഗങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമെന്ന ഇടയായിത്തീരും. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എഴുന്നേറ്റ നമ്മുടെ ഒരു വിഷയത്തിനകത്ത് ദൈവം എഴുന്നേറ്റാൽ നമുക്കെതിരെ നിൽക്കുന്ന ശത്രു ചിതറിപ്പോകും. നമ്മുടെ ദൈവം നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ എഴുന്നേൽക്കണം. ഹാലലുയ. ശത്രുക്കളില്ലാത്തവരും പോരാട്ടമില്ലാത്തവരുമായിട്ടുള്ള ആരും ഈ ലോകത്തിലില്ല. ഹാലലുയ. ആത്മീയഗോളത്തിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം അനുഭവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് വിശ്വാസികൾ, വിശ്വാസ സമൂഹങ്ങളാണ്. എന്നാൽ ഹാലലുയ, ഒരു ഞൊടി നേരം കൊണ്ട് ദൈവം എഴുന്നേറ്റാൽ ഹാലലുയ ശത്രുക്കൾ എന്ത് ചെയ്യും? ചിതറിപ്പോകും. ഒരു കൂട്ടമായിട്ട് വരുന്ന ശത്രുവാണെങ്കിലും ഒരു പറ്റമായിട്ട് വരുന്ന ശത്രുവാണെങ്കിലും ആ ശത്രുവിന്റെ നേരെ വിശ്വസ്തനായ ഒരു ദൈവ പൈതലിന്റെ നേരെ ഒരു ഹാലലുയ തന്ത്രവും മെനയുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ ദൈവം എഴുന്നേറ്റാൽ ഹാലലുയ ശത്രു പിന്നെ അവിടെ നിൽക്കാൻ ഇടവരുത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. അപ്പം ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ആയിരിക്കുന്ന ഒരു സമൂഹം ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് വിരോധമായിട്ട് ഒരുക്കുന്ന സകല പദ്ധതികളുടെ നടുവിലും അവർക്ക് ഓടിപ്പോകേണ്ടി വരുമെന്ന് വ്യക്തമായിട്ടും സങ്കീർത്തനക്കാരനായ ദാവീദ് വെളിപ്പെടുത്തുകയാണ്. അത് തന്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പലതും നാം കണ്ടിട്ടുണ്ടാകാം. നമ്മളെ സാക്ഷ്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ അവസരങ്ങൾ നമ്മുടെ ഹല്ലേലൂയ ഈ ഓരോ കാര്യങ്ങളിലും പറയാൻ നമുക്കുണ്ടാകും. അത്രമാത്രം ദൈവം നമ്മളെ വിടുവിച്ച വിധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനവധിയുണ്ട്. ഹല്ലേലൂയ. അവിടെയാണ് പറയുന്നത് സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? ഇത് പെന്തക്കോസ്ത് പെരുന്നാളിന്റെയും മശിഹായുടെ വിജയത്തിന്റെ പ്രവചനവുമായിട്ട് ഈ ഹാലലിയ ക്രിസ്തു വിജയത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു വലിയ ഊന്നൽ ഇതിനകത്ത് കൊടുത്തുകൊണ്ട് ഈ സങ്കീർത്തനം വ്യക്തമായിട്ട് കാണുമെന്ന് പണിമിടയായിത്തീരുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സംഖ്യാപുസ്തകം 10-ാം അധ്യായം അതിന്റെ 35-ാമത് പെട്ടകം പുറപ്പെടുമ്പോൾ മോശെ, യഹോവേ എഴുന്നേൽക്കണമേ, എന്റെ ശത്രു
ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ മോശ പറയുകയാണ്, യഹോവ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ എന്ത് ചെയ്യണം? ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ യഹോവേ അനേകായിരമായ ഇസ്രായേലിന്റെ അടുക്കൽ മടങ്ങി വരേണമേ എന്ന് പറയും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ സഞ്ചരിക്കുന്ന വഴികളിൽ അവന് മുമ്പായിട്ട് നടക്കേണ്ടത് ദൈവമാണ് എന്ന് മോശ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പെട്ടകം പുറപ്പെടുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ശത്രുക്കൾ പെട്ടകത്തിനെതിരെ അല്ലെ ഹല്ലേലൂയ ആരാധനയ്ക്കെതിരെ, ദൈവമക്കളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കെതിരെ ഒക്കെ എന്ത് ചെയ്യും? ഹല്ലേലൂയ, ശത്രുക്കൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. അത് വ്യക്തമായിട്ട് അറിയാം. നമ്മളൊരു ഉപവാസം ക്രമീകരിക്കാൻ പദ്ധതിയിട്ടാൽ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ നാം പ്ലാനും പദ്ധതിയും ഇട്ട കുടുംബമായിട്ട് നമ്മൾ വിചാരിക്കുക, ചില ഹല്ലേലൂയ ആത്മീയ കാര്യങ്ങൾ ചെയ്തെടുക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ ആലോചിച്ച് നമുക്ക് ഈ നിലയിൽ പോയാൽ പറ്റത്തില്ല, നമുക്ക് ഇച്ചിരി കൂടി അല്പം കൂടി ഒന്ന് മെച്ചപ്പെട്ട് ദൈവിക കാര്യങ്ങൾക്ക്, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി നമുക്ക് നിൽക്കണമെന്നൊക്കെ പ്ലാൻ ഇട്ട് കഴിയുമ്പോൾ ചില ഹല്ലേലൂയ തടസ്സങ്ങൾ ഹല്ലേലൂയ കടന്നു വരും. എന്തിനാ കടന്നു വരുന്നേ? നമ്മളെടുത്ത തീരുമാനവും നമ്മളെടുത്ത പദ്ധതിയും അത് നടപ്പിലാക്കാതിരിക്കാൻ ശത്രു ചില അടവുകളുമായിട്ട് കടന്നു വരും. ചില പ്രിയപ്പെട്ടവര് തീരുമാനമെടുക്കും, ഞാനിനി ഒരു വെള്ളിയാഴ്ച പോലും മുടക്കാതെ പ്രാർത്ഥനയ്ക്ക് വരും, ഒരു ബുധനാഴ്ച പോലും മുടക്കാതെ പ്രാർത്ഥനകൾക്ക് വരും, ഹല്ലേലൂയ എന്നൊക്കെ തീരുമാനമെടുക്കും. പക്ഷെങ്കിൽ ഹല്ലേലൂയ ചില വെല്ലുവിളികൾ, ചില പ്രാർത്ഥനകളെ മുടക്കുന്ന കാലഘട്ടം ഹല്ലേലൂയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില പ്രാർത്ഥനകൾ സ്വാഭാവികമായിട്ട് ശത്രു മുടക്കുകയാണ്. സ്തോത്രം. ഒരു പ്രാവശ്യം മുടക്കി, 2 പ്രാവശ്യം മുടക്കി, പിന്നെ ഹല്ലേലൂയ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പ്രാർത്ഥന നിന്നു പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തീഷ്ണതകളും സമർപ്പണവും ഇന്ന് എവിടെ പോയി എന്ന് സ്തോത്രം വിശ്വാസ സമൂഹത്തോട് ചോദിച്ചാൽ ഹല്ലേലൂയ, സ്തോത്രം, വീട്ടിലെ ആരാധന എന്ന് പറയുന്ന ഒരു ആരാധന നമുക്കില്ല. വീട്ടിലെ ആരാധന എന്ന് പറയുന്നത് സഭയിലെ ആരാധന എന്ന് താഴോട്ട് വായിക്കുമ്പോൾ നമുക്കതറിയാം. സഭയിലെ ആരാധന എന്ന് പറയുന്ന, സഭാരാധന എന്ന് പറയുന്ന ഒരു ആരാധന വേദപുസ്തകത്തിനകത്ത് നിന്ന് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. കഴിഞ്ഞ ദിവസം 2018 19 സ്തോത്രം പവർ വിഷക്കാര് വീട്ടിലെ ആരാധന തുടങ്ങിയത്. അതെന്തിനാ തുടങ്ങിയത്? അത് ഹല്ലേലൂയ ആ ആലയത്തിൽ കടന്നു പോകാൻ കഴിയാതെ വണ്ണം കൊറോണയുടെ വ്യാപനം സ്തോത്രം ഭൂതലത്തിലെല്ലാം വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസികൾക്ക് ഭവനത്തിൽ ഇരുന്ന് ആരാധിക്കാൻ ഒരു ക്രമീകരണം ഒരുക്കി. പക്ഷേ ഇന്ന് വരെ അവരത് നിർത്തിയിട്ടില്ല. വീട്ടിലിരുന്ന് ആരാധിക്കുന്ന ഒരു പറ്റം ജനം സമൂഹത്തിന്റെ മധ്യത്തിലുണ്ട്. അവരതുകൊണ്ട് തൃപ്തരാകുകയാണ്. ഹല്ലേലൂയ. അടുക്കളപ്പണിയും നടക്കും, ആരാധനയും നടക്കും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവദാസന്മാർ ഹല്ലേലൂയ സ്തോത്രം ടിവിയിലൂടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. അതിനൊക്കെ ഹല്ലേലൂയ ആമേനും പറയും, സ്തോത്രവും പറയും, തുണിയും അലക്കും, കറിക്കറിയുകയും ചെയ്യും. ഹല്ലേലൂയ. ആരാധന വെളിപ്പെടുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് ഒരു പ്രാധാന്യമില്ലാത്ത നിലയിലേക്ക് ആരാധന പോയി. ഹല്ലേലൂയ. ആരാധനയുടെ ഒത്തൊരുമ നഷ്ടപ്പെട്ടു, ആരാധനയുടെ ഐക്യം നഷ്ടപ്പെട്ടു, ആരാധനയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് കൂടിവരവുകൾ ഹല്ലേലൂയ എല്ലാം ഒരു പ്രഹസനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെയാണ് നാം വായിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, പെട്ടകം പുറപ്പെടുമ്പോൾ മോശ ദൈവമേ എഴുന്നേൽക്കണമേ എന്ന് നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് പുറപ്പെടാൻ സമയമായി കഴിയുമ്പോൾ ഹല്ലേലൂയ മോശ കൈ ഉയർത്തി ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കും. കർത്താവേ, ഈ പെട്ടകം കടന്നു പോകുന്ന വഴികളിലെല്ലാം പ്രതികൂലത്തിന്റെ അനുഭവങ്ങളുണ്ട്. ഈ പെട്ടകത്തെ മുമ്പോട്ട് നയിക്കാൻ കഴിയാതെ വണ്ണം
ഞാനും പലപ്പോഴും ക്ഷീണിതരാകുന്നുണ്ട്. സ്തോത്രം, ഈ ജനം ക്ഷീണിച്ചു പോകുന്നുണ്ട്. എന്നാൽ പല എതിർപ്പുകളെയും ഹല്ലേലൂയ മറികടന്നുകൊണ്ട് വേണം ഈ പെട്ടകവുമായിട്ട് മുമ്പോട്ട് പോകാൻ. അതുകൊണ്ട് എനിക്ക് ഹല്ലേലൂയ പെട്ടകത്തിന് നേരെ വരുന്ന ഹല്ലേലൂയ പെട്ടകത്തിനകത്ത് എന്നാ ഉണ്ട്? ന്യായപ്രമാണമുണ്ട്. ദൈവം കൊടുത്ത ന്യായപ്രമാണം പെട്ടകത്തിനകത്തുണ്ട്. ഈ പെട്ടകത്തിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ഈ പെട്ടകവുമായിട്ട് പുരോഹിതന്മാർ മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെക്കുമ്പോഴാണ് പ്രതികൂലത്തിന്റെ ശത്രു എഴുന്നേൽക്കുന്നത്. പ്രതികൂലമായി ശത്രു എഴുന്നേൽക്കുന്നത് ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് ഇരിക്കുന്ന ന്യായപ്രമാണം ഹല്ലേലൂയ അതിന്റെ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ആ പെട്ടകവുമായിട്ട് മുമ്പോട്ട് പോകാൻ സമ്മതിക്കാതെ എഴുന്നേറ്റ് വരുന്ന ആ ശത്രുവിന്റെ നേരെ പോരാടി ജയിക്കാൻ ഇസ്രായേൽ മക്കൾക്ക് പ്രാപ്തിയില്ല. പക്ഷെ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ അതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി ശത്രുക്കളെ ചിതറിച്ച് കളയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. അതാണ് ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് കൊണ്ടിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു, തേങ്ങൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ എന്ത് ചെയ്യുന്നു? പതറിക്കുന്നു. നമുക്കറിയാം, നമ്മള് കരിയിലൊക്കെ ഇട്ട് തീ കൂട്ടാറുള്ളവരാണ് അല്ലെ? സ്തോത്രം, ഹല്ലേലൂയ. അത് അങ്ങോട്ട് വലിയ ശക്തിയോടെ പൊങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇവരിങ്ങനെ വിഘടിച്ച് എന്തായിട്ട് മാറും? ആ മേഘവുമായിട്ട് അതങ്ങ് ലയിച്ചു പോകുന്നതായിട്ട് കാണും. ഹല്ലേലൂയ. കത്തി അങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് പുക എല്ലാം തകർക്കുമെന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പൊങ്ങി വരുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു. അത് നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകുന്നു. എങ്ങോട്ട് പോയെന്ന് പോലും അറിയാത്ത നിലവാരത്തിൽ ആ പുക എവിടേക്ക് പോയെന്ന് അറിയാത്ത നിലവാരത്തിൽ ആ പുക അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുകയും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ അതാ പറയുന്നേ, പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. ഹല്ലേലൂയ. നീ അവരെ പതറിക്കുന്നു. പുക പതറിപ്പോകുന്നത് പോലെ ഒരു ശത്രു നമ്മുടെ നേരെ വന്നാൽ ഇതുപോലെയാണ്. പുക പതറിപ്പോകുന്നത് പോലെ അവൻ ചെതറിപ്പോകും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ ദൈവപൈതലാണ്, എനിക്ക് നേരെ വരുന്ന ഈ ശത്രുവിന്റെ ഈ കോട്ടകൾ അത് പുക പതറിപ്പോകുന്നത് പോലെ, പുക ചിതറിപ്പോകുന്നത് പോലെ അത് ചിതറിപ്പോകുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് പല സമയത്ത് ദൈവമക്കളെ, എനിക്കെതിരെ കടന്നു വരുന്ന ശത്രുവിന്റെ ബലമെന്ന് പറയുന്നത് പുകയുടെ ബലമാണ്. എനിക്കെതിരെ കടന്നു വരുന്ന ശത്രുവിന്റെ ബലം പുകയുടെ ബലമാണ്. അത് തീയുടെ ബലമല്ല, പുകയുടെ ബലമാണ്. അത് ഇന്ന് പല സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് ഞാൻ ആരാണ്? സർവശക്തനായ ദൈവത്തിന്റെ പൈതലാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ പുകയ്ക്ക് എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പുകയുമായിട്ട് ഓമിച്ചു വെച്ചിരിക്കുക ആരെ? ശത്രുവിനെ. നമുക്കെതിരെ ശത്രു ഇല്ലാഞ്ഞിട്ടല്ല, ശത്രുവിന്റെ പോരാട്ടം കടന്നു വരാഞ്ഞിട്ടല്ല, ശത്രു നമുക്കെതിരെ വെല്ലുവിളികൾ ഉയർത്താത്തത് കൊണ്ടല്ല. പക്ഷേ അവനെ നിർത്തിയിരിക്കുന്നത് ഇതുപോലെ ചെതറിച്ച് കളയാനായിട്ട്. ആ സദൃശവാക്യങ്ങൾ 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സദൃശവാക്യങ്ങൾ 28-1. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കും. അവിടെ നിന്ന് വായിക്കുന്നു, ആരും ഓടിക്കാതെ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മള് ഏതെങ്കിലും പോരാട്ടം വരുമ്പോൾ കർത്താവെ വിടുവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ചിലരിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്തോത്രം, ദൈവസന്നിധിയിൽ കർത്താവിലേക്ക് വേണ്ടി പ്രവർത്തിക്കണേ. എന്നാൽ ഇവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതന്റെ നേരെ ഒരു ശത്രുവിനും ഹല്ലേലൂയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു ശത്രുവിനും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ പല പ്രദേശങ്ങളിലും ഈ പുലിക്കൂട് സ്ഥാപിക്കുന്ന കാഴ്ച കണ്ടല്ലോ. പുലിക്കൂട് സ്ഥാപിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ എവിടെ കടുവായോ പുലിയോ പന്നിയോ ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു അവിടെ എല്ലാം കൊണ്ടുവന്ന് കൂടുകൾ സ്ഥാപിക്കും.
ഹല്ലേലൂയ. എന്നിട്ട് ഈ കൂടിനകത്ത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തൂക്കിയിട്ടിട്ട് ഇവര് കടന്നു വരുന്ന വഴികളിൽ വരാൻ സാധ്യതയുള്ള മേഖലയിൽ ഇത് കൊണ്ടുപോകുന്നു വെക്കും. ഹല്ലേലൂയ. അവരാ ആവേശത്തോടെ അവർക്ക് കഷ്ടപ്പെടാതെ കുറച്ച് ഭക്ഷണം കിട്ടുന്ന ആ സന്തോഷത്തോടെ അവർ ആ കൂടിനകത്തേക്ക് കയറുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആ കൂടിന്റെ മൂടി വന്ന് പയ്യെ അങ്ങോട്ട് അടയും. ഹല്ലേലൂയ. ആ മൂടി വന്ന് അടഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ ആഹാരം കഴിക്കാൻ നിൽക്കത്തില്ല. അവരുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ചുറ്റുവട്ടത്തിൽ ഓടി നടന്ന് ആ കൂടിനെ ഇളക്കും. എങ്ങനെയെങ്കിലും പുറത്തു പോകാൻ സാധ്യതയുണ്ടോ? അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം അവർ മറന്നു പോയിട്ട് പുറത്ത് ചാടാനുള്ള ആ ആവേശമാണ് പിന്നീട് അവർക്കുണ്ടാകുന്നത്. പിന്നീട് അവര് എങ്ങനെയെങ്കിലും ഇവിടുന്ന് വായിക്കുന്നു, ആരും ഓടിക്കണ്ട, ആരും ഓടിക്കാതെ തന്നെ എന്ത് ചെയ്യും? ദുഷ്ടന്മാർ ഓടിപ്പോകും. പല നിലവാരത്തിൽ നമ്മളെ ചിന്തിച്ചു നോക്കിക്കേ, എത്ര ദുഷ്ടന്മാർ ഈ ദേശത്ത് കുടുംബമായിട്ട് പറയപ്പെട്ട് പോയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എത്ര പേര് ഇന്ന് പല സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നമ്മൾ ഓടിക്കണ്ട, നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ നമ്മുടെ ഒരു തുള്ളി കണ്ണുനീരിന് 10,000 ഹല്ലേലൂയ സ്തോത്രം കോടിക്കണക്കിന് സ്തോത്രം കൃപയുടെ ബലമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മൾ ആത്മാർത്ഥതയോടെ പൊഴിക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, ദൈവം അത് കണക്കിടുന്ന ദൈവമാണ്. എനിക്ക് ത്രാണിയില്ല കർത്താവേ, എനിക്ക് ബലമില്ല കർത്താവേ എന്ന് പറഞ്ഞ് വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലെ ഒഴിഞ്ഞു മാറി പോകുന്ന ദൈവമല്ല എന്റെയും നിങ്ങളുടെയും ദൈവം. ഇന്ന് പകൽ സമയത്ത് അതുകൊണ്ട് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞത്, പുക പതറുന്നത് പോലെ അവനെ ദൈവം പതറിച്ചു കളയും. ഹല്ലേലൂയ. ആരും ഓടിക്കാതെ എന്ത് ചെയ്യും? ദുഷ്ടന്മാർ ഓടിപ്പോകും. എന്നിട്ട് പറയുക, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായ ബാലസിംഹം പോലെ നിർഭയമായിട്ട് നിൽക്കും. ദുഷ്ടന്മാർ എന്ത് ചെയ്യും? ഓടിപ്പോകും. നീതിമാൻ എന്ത് ചെയ്യും? നിർഭയമായിട്ട് നിൽക്കും. ഹല്ലേലൂയ. ഇന്ന് നേരെ തിരിച്ചാണ്. ദുഷ്ടന്മാർ ശക്തിയോടെ നിൽക്കും, നീതിമാന്മാർ എന്ത് ചെയ്യും? ഓടിപ്പോകും. ഭയപ്പെട്ടോടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഓടുകയാണ്. ഹല്ലേലൂയ. തിരിഞ്ഞു വരണം. എങ്ങനെ വരണം? ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളായിട്ട് ഞാനും നിങ്ങളും തീർന്നാൽ, ദൈവത്തിന്റെ പ്രമാണത്തിൽ ജീവിക്കുന്ന ദൈവമക്കളായിട്ട് ഞാനും നിങ്ങളും മാറിയാൽ ദൈവം നമുക്ക് അനുകൂലമായിട്ട് വെളിപ്പെടുകയും ദുഷ്ടനെതിരെ അവൻ ഹല്ലേലൂയ അവനെ ഓടിക്കുന്ന പദ്ധതി ദൈവം ഒരുക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ അതിനെ ഓർത്ത് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മടങ്ങി വന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കും. മുമ്പോട്ട് പോവുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും, അതേ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് വായിക്കുന്നു, ഇങ്ങനെയാണ് വായിക്കുന്നത്, എങ്കിലും നീതിമാന്മാർ എന്ത് ചെയ്യും? സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീതിമാന്മാർ എന്ത് ചെയ്യും? സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. നീതിമാന്മാർ ഹല്ലേലൂയ ഏത് പ്രശ്നത്തെയും ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളെയും അത് ഹല്ലേലൂയ നമുക്കൊരു വിഷയം വന്നാൽ ഹല്ലേലൂയ പിന്നെ വെള്ളം കുടിയുമില്ല, ആഹാരം കഴിപ്പുമില്ല, പിന്നെ ആകപ്പാട് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ പോലെ ഇരിക്കും അല്ലെ. ഹല്ലേലൂയ. നമ്മുടെ കപ്പലൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയതുപോലെ ഇരിക്കും. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ദൈവം അറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടിനാര് പോലും പൊഴിയുന്നില്ല, ഒരു മുടിനാര് പോലും പൊഴിയുന്നില്ല. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ അവിടെ നിന്ന് വ്യക്തമായിട്ട് വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും
എത്രയും പ്രയാസങ്ങൾ, അല്ലെങ്കിൽ തീയിങ്കൽ മെഴുകുരുക്കുന്നത് പോലെ ദുഷ്ടൻ ദൈവസന്നിധി നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ആത്മധൈര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പറയും, എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. അതെ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. കാരണം ഇന്ന് പല സമയത്ത് ദൈവമക്കൾ ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ നിരാശപ്പെട്ട് വേദനപ്പെട്ട് ഉരുകി ഒന്നുമില്ലാത്തവരെ പോലെ വായി നിൽക്കുന്നു എങ്കിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മളെ ശത്രുവിന്റെ കരത്തിൽ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. നാം ഹല്ലേലൂയ ശത്രു പുക പതറുന്നത് പോലെ പതറുകയും അവനെ ഉരുക്കുന്നത് പോലെ ഉരുക്കിക്കളയുകയും അവനെ ദേശത്തിന്റെ നടുവിൽ ചിതറിച്ചു കളയുകയും ചെയ്യുന്ന ദൈവമാണ് എന്റെ ദൈവമെന്ന് എത്ര പേർ ഇന്ന് പകൽ സമയത്ത് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് പകൽ സമയത്ത് വിശ്വസിക്കുന്നവർ എത്ര പേർ ആമേൻ പറയാൻ കഴിയും? ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ എന്നെ സന്തോഷിപ്പിക്കുന്ന, എന്നെ ആനന്ദത്തോടെ നടത്തുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് പകൽ സമയത്ത് ആരാധിക്കുന്നതെന്ന് എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഹല്ലേലൂയ. പിന്നെ 4-ാമത്തെ വാക്യം ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന് പാടുവേൻ, അവന്റെ നാമത്തിന് സ്തുതി പാടുവേൻ, മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നതിന് വഴി നിരത്തുവേൻ, യാഹെന്നാകുന്നു അവന്റെ നാമം, അവന്റെ മുൻപിൽ ഉല്ലസിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് 8 ആഹ്വാനങ്ങൾ പറയുന്നുണ്ട്. 8 ആഹ്വാനങ്ങൾ. സ്തോത്രം. 1, ദൈവത്തിന് എന്ത് ചെയ്യണം? ഒരു വിശ്വാസി എന്ത് ചെയ്യണം? പാടണം. ദൈവത്തിന് പാടണം. ഹല്ലേലൂയ. എങ്ങനെയാ പാടണ്ടേ? പാടുന്ന പാട്ട് ആത്മാർത്ഥതയോടെ പാടണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ നാമത്തിന് 2-ാമത്തെ കാര്യം പറയുന്നു, സ്തുതിക്കണം. ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. സ്തുതിക്കണം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരുള്ള, അപ്പം നേരുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 7 ആഹ്വാനങ്ങളായി 4-ാമത്തെ വാക്യത്തിനകത്ത് കാണുവാൻ ഇടയായിത്തീരുന്നത്. അവിടെ പറയുന്നു ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തുതി പാടണം. അവന്റെ നാമത്തിന് സ്തുതി പാടണം. 3-ാമത്തെ ഭാഗം പറയുകയാണ്, മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തണം. ഞാൻ വരാം അതിലേക്ക്. യാഹ് എന്നാകുന്നു അവന്റെ നാമം. അവന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? ഉല്ലസിക്കണം. അതുകൊണ്ട് ദുഃഖത്തോടെ ഇരിക്കരുത്, ഉല്ലസിക്കണം. ഹല്ലേലൂയ. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അവിടെ വായിക്കുന്നു, ഉല്ലസിക്കണം. 26-ാമത്തെ വാക്യം വായിച്ച 68-26. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. അപ്പം ഇസ്രായേലിന്റെ ദൈവമായുള്ളവരെ, ഉറവിൽ നിന്നുള്ളവരെ എവിടെ കൂടണം? വീട്ടിലെ യോഗത്തിലാണോ? സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ എന്ത് ചെയ്യണം? വാഴ്ത്തണം. ഹല്ലേലൂയ. അപ്പം സഭായോഗങ്ങളിൽ കർത്താവിനെ വാഴ്ത്തണം. കർത്താവ് പറയും ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ. അപ്പം അവിടുത്തെ ഉറവയല്ലാത്ത വേറെ ഉറവകളും ഉണ്ട്. ഹല്ലേലൂയ. ആ ഉറവയിൽ നിന്നുള്ളവരല്ല, സാക്ഷാൽ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നിൽക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തണം. ഹല്ലേലൂയ. കർത്താവായ ദൈവത്തെ വാഴ്ത്തണം. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ ഭയങ്കര ചൂടല്ലേ? ഹല്ലേലൂയ. രാത്രിയിലൊന്നും ഉറക്കം നടക്കുന്നില്ല. ആകെപ്പാടെ ഉറങ്ങുന്നത് രാവിലെ ഒരു അല്പസമയമാണ്. അപ്പോഴത്തേക്കിനും തട്ട് തുടങ്ങും, എഴുന്നേക്ക് അല്ലെ? ഒന്ന് ഉറങ്ങി വരുമ്പോഴത്തേക്കിനും 7 മണിക്കൊക്കെ ഇപ്പൊ സുഖമായിട്ട് ഉറക്കം വരുന്നു, സത്യം പറഞ്ഞു അല്ലെ? ഹല്ലേലൂയ. അപ്പോഴത്തേക്കിനും തട്ട് തുടങ്ങും. രാത്രി 12 മണി ആയാലും ഉറക്കം വരത്തില്ല, 1 മണി ആയാലും ഉറക്കം വരത്തില്ല. ചൂടെന്ന് പറഞ്ഞു, പുകച്ചിലെന്ന് പറഞ്ഞു, ഭയങ്കര പുകച്ചിൽ. സ്തോത്രം. ഹല്ലേലൂയ. അത്രയ്ക്ക് ചൂടിന്റെ ഇനി വരാൻ പോകുന്നത് എത്രയാ? ശാസ്ത്രലോകം പറയുന്നു ചില വർഷങ്ങളും കൂടെ കഴിയുമ്പോൾ 70 ഡിഗ്രി ചൂട് വരുന്നുണ്ട്. ഹല്ലേലൂയ. അന്നേരം ഭൂമിയിൽ ഒന്നും കാണത്തില്ലല്ലോ. ഹല്ലേലൂയ. ചില വർഷങ്ങൾ കഴിയുമ്പോൾ 70, ഇപ്പൊ 36, 37 നിൽക്കുന്നത്. സ്തോത്രം. ഇടുക്കിയും ഹല്ലേലൂയ വയനാടും ഒക്കെ
തിരുവനന്തപുരം ഒക്കെ ഒരു ഇച്ചിരി കുറവുള്ളൂ, ചൂട് കൂടുതലാണ്. അല്ലെങ്കിൽ ഇടുക്കി വയനാടും ഏകദേശം ഒരു 34 അങ്ങനെ നിന്ന് പോകുന്നേ. ബാക്കി എല്ലായിടത്തും 36 മേളിലാണേ. 37 പാലക്കാട് കഴിഞ്ഞ ദിവസം വന്നത്. ഇനി അതങ്ങനെ കേറി. കഴിഞ്ഞ പ്രാവശ്യം 36 പാലക്കാട്. ഈ പ്രാവശ്യം 37 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇച്ചിരി കൂടെ അങ്ങോട്ട് കൂടുവേ. ഹല്ലേലൂയ. നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ കരിഞ്ഞ് ഉണങ്ങി ഹല്ലേലൂയ പോകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പ്രകൃതി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ കർത്താവിന്റെ വരവ് ഏത് മണിക്കൂറിലും ഏത് സമയത്തും ഭൂമുഖത്തും ഉണ്ടാകാം. അത്രമാത്രം പ്രകൃതി തന്നെ അതിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങൾ ഉറക്കം തൂങ്ങി നിൽക്കേണ്ടവരല്ല. ഇന്ന് പകൽസമയത്ത് ആത്മാർത്ഥതയോടെ ദൈവത്തെ എതിരേൽപ്പാൻ ആ 5 കന്യകമാരെ പോലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് 100, 150 ഹല്ലേലൂയ അടിയടിച്ച വെള്ളം 80 പൊട്ടിപ്പുറപ്പെട്ടു വന്ന കുഴൽക്കിണറുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വെള്ളത്തിന്റെ ഗതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അതിന്റെ അന്തരീക്ഷത്തിന്റെ ചൂടിന്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുക. പ്രകൃതിയിൽ മനുഷ്യന് ജീവിക്കാൻ ഇപ്പോൾ തന്നെ വിശറി എടുത്തു വെച്ച് സ്തോത്രം ഹല്ലേലൂയ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് പുറപ്പെടാനുള്ള സമയമായി. ഹല്ലേലൂയ. പുറപ്പാടിന്റെ ധ്വനി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ഇന്നലെ നമ്മുടെ ഷാജി പാസ്റ്റർ ചർച്ചോക്കോട്ടില് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. ഞങ്ങളുടെ സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായിട്ട് പോയതല്ല. അവിടെ ചെന്നപ്പോ ശുശ്രൂഷിപ്പോൾ എനിക്കാണ് നിയോഗം കിട്ടിയത്. ഹല്ലേലൂയ. ഈ ഏറിയയിലുള്ള എല്ലാ ദൈവദാസന്മാരുമായിട്ട് സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷിക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല മീറ്റിങ്ങുകളിലും ഒക്കെ സംബന്ധിക്കാൻ കർത്താവ് അവസരം ഒരുക്കി. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഹല്ലേലൂയ അധികം കാലമില്ല. നമുക്ക് ഉള്ള സമയം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിന്ന് കൊടുക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഈ ദേഹത്തിന് വേണ്ടിയിട്ടാ, ഈ ശരീരത്തിന് വേണ്ടിയിട്ടാ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതല്ല. ഈ ശരീരത്തിന് വേണ്ടി. ഇത് വിശന്നാൽ ഇത് ക്ഷീണമാ, ചൂട് തട്ടിയാൽ ഭാരമാ. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ വന്നപ്പോ നോക്കി പലരും ക്ഷീണിച്ച കയറി വരുന്നേ. പാനയിലോട്ട് നോക്കുന്നു, അത് കറങ്ങുന്നില്ല. ഹല്ലേലൂയ. ചിലര് വന്ന് സ്വിച്ച് ഇട്ട് നോക്കി, പക്ഷെ കറങ്ങുന്നില്ല. എന്താ കാരണം? കറണ്ടില്ല. സ്തോത്രം. ബന്ധം നഷ്ടപ്പെട്ടിരിക്കുക. ഇതുപോലെയാ നമ്മള് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട കറങ്ങത്തില്ല. ഹല്ലേലൂയ. കറക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ കറങ്ങത്തില്ല. സ്തോത്രം. പോകണമെന്നൊക്കെ ഉദ്ദേശിക്കും, പക്ഷെ പോകത്തില്ല. അതുകൊണ്ടാ ഇന്ന് പല സമയത്ത് ഈ ഹല്ലേലൂയ ഈ ചൂടേറിയ അനുഭവത്തിൽ നിന്നുകൊണ്ടും വിളിച്ചു പറയുമെന്ന് കൊണ്ടും ഇടയായി തീരണം. എന്താ പറയണ്ടേ? ഇന്ന് എന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ബലം ഇവിടെ തകർന്നു പോയാലും, എന്റെ ശരീരം ഇവിടെ തളർന്നു വീണാലും ഞാൻ ഹല്ലേലൂയ കർത്താവിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പ് പ്രാപിപ്പാൻ എത്ര ദൈവമക്കൾക്ക് ഇതിനകത്ത് ഹല്ലേലൂയ സാധിക്കും? ഇന്ന് പല സമയത്ത് അതിനു വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ ആരൊക്കെ തയ്യാറാകും? ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം ഈ വർഷത്തെ നമ്മുടെ വരുമാനം നോക്കും, ഈ വർഷത്തെ നമ്മുടെ ചെലവ് നോക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം എത്ര രൂപ കിട്ടി, എത്ര രൂപ ചെലവായി? ഹല്ലേലൂയ. ഇങ്ങനെ പോയാൽ അടുത്ത മാസം എന്ത് ചെയ്യും? ഹല്ലേലൂയ. വരുമാനത്തിന്റെ പട്ടിക നിരത്തിക്കൊണ്ട് ഓരോ ദിവസവും ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ച വെണ്ടയ്ക്കായ്ക്ക് 8 രൂപയായിരുന്നു, ഈ ആഴ്ച 16 രൂപയായി. അയ്യോ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വിലക്കയറ്റത്തിന് മുമ്പിൽ പകച്ചു നിന്നുകൊണ്ട് കണക്കുകൂട്ടലുകൾ കൂട്ടിക്കൂട്ടി അവർക്ക് കൊടുക്കാൻ ഇവർക്ക് കൊടുക്കാൻ, ആ ബാധ്യത തീർക്കാൻ ഈ ബാധ്യത തീർക്കാൻ നട്ടോട്ടമോടുമ്പോൾ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഹല്ലേലൂയ ഫീസ് അടയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് വേദനപ്പെട്ട് നട്ടോട്ടമോടുമ്പോൾ ഓർത്ത് നോക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം വിട്ടൊഴിഞ്ഞു പോകേണ്ട ഒരു സമയമുണ്ട്. അന്ന് ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇന്നത്തെ ആവലാദികളും വേവലാദികളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു നിൽക്കാൻ എത്ര പേർക്ക് കഴിയും? ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അത്ഭുതനായ കർത്താവ് വരും, വരിക തന്നെ ചെയ്യും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആർക്കും തടുക്കാൻ കഴിയാത്ത വലിയ ദൈവപ്രവൃത്തികൾ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. യെശയ്യാ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, യെശയ്യാ 13-ന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് അവർ ഞാൻ എന്റെ വിശദീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു, ഗർവത്തോടെ ഉല്ലസിക്കുന്ന എന്റെ വീരന്മാരെ ഞാൻ എന്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു. അതിന്റെ മോളെ ഹോശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ വാക്യം. അതുകൊണ്ട് പോലെയും കാലത്തെ ഒഴിഞ്ഞു പോകുന്ന മഞ്ഞു പോലെയും കളത്തെടുക്കുന്ന കൊടുങ്കാറ്റ് വർപ്പിക്കുന്ന പതിർ പോലെയും പുകക്കുഴലിൽ നിന്ന് പൊങ്ങുന്ന പുക പോലെയും ഇരിക്കും. ആരാ അതിന്റെ ആ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ പ്രഭാത മേഘം പോലെയും കാലത്തെ ഒഴിഞ്ഞു പോകുന്ന മഞ്ഞ് പോലെയും. നമുക്കറിയാം, കാലത്തെ മഞ്ഞ് ഇങ്ങനെ ചെടികളിലെല്ലാം ഇങ്ങനെ അതിന്റെ വെള്ളത്തിന്റെ മണികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. സ്തോത്രം. കുറച്ചു കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? അത് ബാഷ്പീകരിച്ചങ്ങ് പോകും. ഹല്ലേലൂയ. പിന്നെ അതിനെ കാണത്തില്ല. അതുപോലെ അവിടെ വായിക്കുന്നു, ഒഴിഞ്ഞു പോകുന്ന മഞ്ഞ് പോലെയും കളത്തിൽ നിന്ന് കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയും പുകക്കുഴലിൽ നിന്ന് പൊങ്ങുന്ന പുക പോലെയും ഇരിക്കും. ഞാനോ മിസ്രയീം ദേശം മുതൽ എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെയും നീ അറിയുന്നില്ല. എന്നെ അറിയണം, അറിയേണ്ടതുപോലെ അറിയണം. എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ അറിയാൻ പാടില്ല. ഹല്ലേലൂയ. ഞാനല്ലാതെ ഒരു ദൈവം നിനക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ പോലെ ഒരു ദൈവമില്ല എന്ന്. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് കർത്താവിനെ പോലെ മറ്റൊരുവൻ ഇല്ല. ഈ ലോകത്ത് അനേക ദേവന്മാരുണ്ട്, അനേക ദേവിമാരുണ്ട്. അവരെല്ലാം ഹല്ലേലൂയ പ്രതിമകൾക്കകത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ ഇന്ന് പകൽ സമയത്ത് അവർക്ക് ചലിക്കാൻ കഴിയാതെ ഒരിടത്ത് കൊണ്ടുവന്ന് ഇരുത്തുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് അവർ പൂജ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഹല്ലേലൂയ പൂജകൾ ഏറ്റെടുക്കുമ്പോൾ ഇന്ന് പകൽ സമയത്ത് എന്റെ ദൈവം ജീവനുള്ള ദൈവമായിട്ട് നമ്മുടെ ഇടയിലൂടെ ഊടാടിക്കൊണ്ടിരിക്കുക, സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നിന്റെ വേദന എന്താണ്? നിന്റെ കണ്ണുനീരെന്താണ്? നിന്റെ പ്രതിസന്ധി എന്താണ്? മകനെ മകളെ എന്ന് മാടി വിളിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം എന്നെയും നിങ്ങളെയും തഴുകിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് പകൽ സമയത്ത് നമ്മൾ മൗനമായിരിക്കരുത്. എന്റെ ദൈവം എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. ഹല്ലേലൂയ. പുക പതറുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവ പൈതലിന് എതിരായിട്ട് വെല്ലുവിളികൾ ഉയർത്തുന്ന ശത്രുവിന്റെ സകല കോട്ടകളും തകരപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് നാം വായിക്കുന്നത്. ആ ഭാഗം വായിച്ച് മുമ്പോട്ട് പോകാൻ സമയമില്ലല്ലോ. അതിന്റെ 32-ാമത്തെ വാക്യം വായിച്ച സങ്കീർത്തനം 68:32. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ടുപാടുവേൻ, കർത്താവിനെ കീർത്തനം ചെയ്യുവേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു ആഹ്വാനമാണ് ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ടുപാടുവേൻ. അവിടെ വായിക്കുന്നു, ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ടുപാടുവേൻ, കർത്താവിന് എന്ത് ചെയ്യണം? കീർത്തനം ചെയ്യണം. ഹല്ലേലൂയ. അപ്പം ഭൂമിയിൽ എവിടെയൊക്കെ രാജ്യങ്ങളുണ്ടോ, ദേശമുണ്ടോ, ദേശനിവാസികളുണ്ടോ, ദൈവത്തിന് എന്ത് ചെയ്യണം? പാട്ടുപാടണം. ഹല്ലേലൂയ. ആ കർത്താവിന് കീർത്തനം ചെയ്യണം. മറ്റൊരു ആഹ്വാനമാണ് 34-ാമത്തെ വാക്യം വായിച്ച 34-ാമത്തെ വാക്യം. ദൈവത്തിന് ശക്തി കൊടുപ്പേൻ, ദൈവത്തിന് ശക്തി കൊടുപ്പേൻ. അവന്റെ മഹിമ ഇസ്രായേലിന്മേലും, അവന്റെ മഹിമ ഇസ്രായേലിന്മേലും, അവന്റെ ബലം മേഘങ്ങളിൽ വിളങ്ങുന്നു. അവന്റെ ബലം മേഘങ്ങളിന്മേലും വിളങ്ങുന്നു. ഇതൊക്കെ വിവരിച്ചു പോകാൻ എനിക്ക് സമയമില്ല. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് ശക്തി കൊടുക്കണം. ഏതാ കൊടുക്കണ്ടേ? നമ്മുടെ ആരോഗ്യം ദൈവത്തിന് വേണ്ടി കൊടുക്കണം. നമ്മൾ ഒരു സ്റ്റെപ്പ് ദൈവത്തിന് വേണ്ടി നടന്നാൽ 10 സ്റ്റെപ്പ് നമ്മളെ കൊണ്ട് നടത്തിക്കും ദൈവം.
ഹല്ലേലൂയ. ഒരു സ്റ്റെപ്പ് ദൈവത്തിന് വേണ്ടിയിട്ട് മടിച്ചാൽ 10 സ്റ്റെപ്പ് നമ്മളെ പുറകോട്ടാക്കി കളയും. ഹല്ലേലൂയ. ഒരു സ്റ്റെപ്പ് ദൈവത്തിന് വേണ്ടി മുമ്പോട്ട് വെച്ചാൽ നമ്മളെ 10 സ്റ്റെപ്പ് മുമ്പോട്ട് ദൈവം നയിക്കുകയും, ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ഒരു സ്റ്റെപ്പ് പുറകോട്ട് നമ്മൾ വലിച്ചാൽ നമ്മളെ 10 സ്റ്റെപ്പ് പുറകോട്ട് മാറ്റുകയും ചെയ്യും ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ദൈവം മുമ്പാകെ ഞാൻ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ശക്തി എന്ത് ചെയ്യണം? ദൈവത്തിന് കൊടുക്കണം. കൈയടിക്കേണ്ട സ്ഥാനത്ത് കൈയടിക്കണം, പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് പ്രാർത്ഥിക്കണം, ദൈവത്തിന് മുമ്പാകെ നിലവിളിക്കേണ്ട സ്ഥാനത്ത് നിലവിളിക്കണം. ഇന്ന് മതസമയത്ത് മുട്ടുമടക്കേണ്ട സ്ഥാനത്ത് മുട്ടുമടക്കണം. ശക്തി ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. അവന്റെ മഹിമ ഇസ്രായേലിന്മേലും അവന്റെ ബലം മേഘങ്ങളിലും എറിയും വിളങ്ങുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ 7 ആഹ്വാനങ്ങളാണ്, 7 ആഹ്വാനങ്ങളാണ് ഈ സങ്കീർത്തനത്തിനകത്തൂടെ നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നത്. ഞാൻ വേഗത്തിൽ താഴോട്ട് പോരട്ടെ. ഹല്ലേലൂയ. അതിന്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 8ാമത്തെ വാക്യം. ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു, ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന് മുൻപിൽ കുലുങ്ങിപ്പോയി. പ്രൈസ് ലോർഡ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? 6ാമത്തെ വാക്യത്തിന്റെ അവസാനം വായിക്കുന്നു, എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. സ്തോത്രം. നമ്മൾ വരണ്ട ദേശത്താണോ പാർക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ വരൾച്ചയുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ വരണ്ട വീട്ടിലാണോ പാർക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഒരു വരൾച്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ വരൾച്ച മാറണം. വരൾച്ച മാറണമെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ പോയി പലിശയ്ക്ക് ലോൺ എടുത്ത വരൾച്ച മാറത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വരൾച്ച മാറണമെങ്കിൽ ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ മൂത്തവന്റെ പഠനത്തിന് വേണ്ടി പല ബാങ്കുകളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പല ബാങ്കുകളും കയറി ഇറങ്ങി അവരെല്ലാം ആ പേപ്പറുകളെല്ലാം റിജക്ട് ചെയ്തു. സ്തോത്രം. 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ടാ പോയ 3 ലക്ഷമെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ പോയി. പല ബാങ്കുകളും എന്ത് ചെയ്തു? ഹല്ലേലൂയ അത് തടഞ്ഞു. തരാൻ പറ്റത്തില്ല. എനിക്ക് അല്പ വസ്തുവകളൊക്കെ 10 സെന്റ് വസ്തുവകളെങ്കിലും പട്ടയമുള്ള വസ്തുവാണ്, അതുകൊണ്ട് കൊടുത്തിട്ട് ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതേ സ്ഥാനത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഇടയായത് കൊണ്ട് ഹല്ലേലൂയ അവന്റെ ഫീസ് ഒന്നും മുടക്കമില്ലാതെ അടയ്ക്കാൻ ദൈവം ഞാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ആരുടെയും കയ്യിലോട്ട് നോക്കിയില്ല, ആരോടും ചോദിച്ചില്ല. ഞങ്ങൾക്ക് ചോദിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്, അവരോടൊന്നും ചോദിക്കേണ്ടി വന്നില്ല. ദൈവമായ കർത്താവ് നമ്മൾ ചോദിക്കും, ദൈവം നൂല കെട്ടി ഇറക്കി തരുമോ എന്ന് ചോദിക്കാൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പലരും കളിയാക്കി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ പക്ഷെ ദൈവം ഇറക്കി തന്നിട്ടുണ്ട് ചില മേഖലകൾ. ഹല്ലേലൂയ. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതൊന്നും ഞങ്ങൾക്ക് അതൊക്കെ ഒരു സ്വപ്നം പോലെയാണ്. സ്വപ്നം പോലെ. ഹല്ലേലൂയ. അത്രമാത്രം ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ സമയത്ത് മത്സരികൾ വരണ്ട ദേശത്തെയും പാർക്കും. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ഇവിടെ വായിക്കുന്നു, ഏതെങ്കിലും വരൾച്ച ജീവിതത്തിനകത്ത് നേരിടുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ എന്റെ ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. ആ ദൈവം എന്താ ചെയ്യുന്നത്? സ്തോത്രം. ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ മക്കളും നല്ല കുടുംബത്തിൽ പോയി കയറണം. ഹല്ലേലൂയ. നല്ല കുടുംബത്തിൽ വസിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ആയി തീരണം. അത് മാത്രമല്ല നമുക്ക് ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഒക്കെ കുറച്ച് നാള് കഴിയുമ്പോൾ അവർക്കൊക്കെ ഓരോ തുണകളുണ്ടാകും. ഹല്ലേലൂയ. അവർക്കൊരു 15 വയസ്സ് കഴിയുമ്പോഴേ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ചെറുപ്പം മുതല് പ്രാർത്ഥിക്കണം അവർക്ക് നല്ല തുണകളെ കിട്ടാൻ. ഹല്ലേലൂയ. ഒത്തിരി സമ്പത്തോ ഒത്തിരി ഹല്ലേലൂയ വലിയ നിലകളൊക്കെ അല്ല, ഒരു സ്നേഹമുള്ള ഭർത്താവിനെ, സ്നേഹമുള്ള ഒരു ഭാര്യയെ ഈ കാലഘട്ടത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാ.
ഹല്ലേലൂയ. കുടുംബ സമാധാനം പലയിടത്തും തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ പലയിടത്തും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വല്ലാത്ത ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം മാറിയിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പോകാനല്ല, ദൈവ ഇഷ്ടത്താൽ അവർക്ക് നിയോഗിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ അവർക്ക് തുണകളായിട്ട് കിട്ടണം. ഹല്ലേലൂയ. കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടും മാതാപിതാക്കൾ കോടതികൾ കയറി ഇറങ്ങുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ പാസ്റ്റർ വലിയൊരു കൗൺസിലറാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഒക്കെ അടുക്കലേക്ക് ഒത്തിരി കുടുംബങ്ങൾ കടന്നു ചെല്ലുന്നുണ്ട് കൗൺസിലിങ്ങിന്. ഹല്ലേലൂയ. കുടുംബത്തിന്റെ പരാജയങ്ങൾ, കുടുംബത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല, ഒന്നിച്ചൊന്നിച്ച് ജീവിച്ചു പോകാൻ കഴിയുന്നില്ല. ഓ സ്തോത്രം. കുടുംബത്തിൽ ഒന്നിച്ച ജീവിക്കുന്നതെങ്കിലും പല നിലയിൽ ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ഹല്ലേലൂയ പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ, പരസ്പരം ഹല്ലേലൂയ മിണ്ടാൻ കഴിയാതെ വീടിനകത്ത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? നമ്മളെന്ത് ഹല്ലേലൂയ എന്ന് ഇറങ്ങിത്തിരിക്കണം. എന്താ സംഭവിച്ചതിന് കാരണം എന്താണെന്നറിയാമോ? ദൈവം ഹല്ലേലൂയ എഴുന്നേറ്റാൽ മാത്രമേ ശത്രുക്കൾ ചിതറത്തുള്ളൂ. ദൈവം എഴുന്നേൽക്കണം. വീടിനകത്ത് ദൈവം എഴുന്നേൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം എഴുന്നേൽക്കണം. ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കാണണം. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ വിവാഹം കഴിച്ച ആദ്യകാലത്തിലൊക്കെ എന്തിനാ ഈ ജീവിതം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. വല്ലാത്ത പ്രശ്നങ്ങൾ ഞങ്ങളെ വേട്ടയാടിയിട്ടുണ്ട്, ആഞ്ഞടിച്ചിട്ടുണ്ട്. പല നിലവാരത്തിൽ ഞങ്ങൾ തകർന്നു പോയെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പരസ്പരം പൊരുത്തപ്പെടാൻ, ഐക്യപ്പെടാൻ കഴിയാതെ വണ്ണം ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവമായ കർത്താവിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവമാണ് ഹല്ലേലൂയ മാറ്റങ്ങൾ വരുത്തിയത്. ഞങ്ങളെല്ലാം തികഞ്ഞവരായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ സ്റ്റേജിലൂടെയും കടന്നു വന്നിട്ടാ നിങ്ങളോട് പറയുന്നത്, വ്യക്തമായിട്ടും ദൈവവചനത്തിലേക്കൊന്ന് മടങ്ങി വന്നാൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ചില കുടുംബ ജീവിതത്തിന്റെ തകർച്ചകളെ ദൈവം ഇന്ന് പല സമയത്ത് പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. എവിടെയൊക്കെയോ തകർച്ചകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഈ ബന്ധം വേണ്ട എന്ന് പോലും ചിന്തിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ വേറെ ചൂണ്ടി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങൾ ദൈവം എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. ദൈവത്തിന്റെ ഹല്ലേലൂയ വൻ കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്തെടുത്ത് നിങ്ങളെ ഹല്ലേലൂയ ദേശത്തിന്റെ മുമ്പ് മാനിച്ചുയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എനിക്കും അകന്ന് നിൽക്കരുത്, എനിക്കും ഹല്ലേലൂയ അകൽച്ച സംഭവിക്കരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പല സമയത്ത് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മടങ്ങി വരവ് ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുന്നു. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ദൈവത്തിന്റെ, ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിൽക്കുന്നത് ഒന്നുമില്ല, അതെല്ലാം കുലുങ്ങിപ്പോകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശ്വാസം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഇതെല്ലാം കുലുങ്ങിപ്പോകും. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ സ്തോത്രം. വായിച്ചു. കരണ്ട് വന്നതുകൊണ്ട് സ്തോത്രം പറഞ്ഞു. ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ എന്ത് ചെയ്തിരിക്കുന്നു? നീ ധാരാളം മഴ പെയ്യിച്ചു, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ അവകാശത്തെ നീ എന്ത് ചെയ്തിരിക്കുന്നു? തണുപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഒരു തണുപ്പാണ് ഇപ്പൊ വന്നത് അല്ലേ? സ്തോത്രം. ചൂടായിട്ടിരുന്ന സമയത്ത് ഒരു തണുപ്പ്. സ്തോത്രം. നമ്മൾ പ്രതീക്ഷിച്ചത് അല്ല, വൈകിട്ടാ വരുന്നത് പറഞ്ഞിട്ട് നേരത്തെ വന്നു. ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. അവിടെ വായിച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു, നിന്റെ കൂട്ടം അതിൽ പാർത്തു. ഹല്ലേലൂയ. എതിരാ ഈ തകർച്ച ഉള്ള സ്ഥാനത്ത് നിന്ന്, വരണ്ട ദേശത്ത് നിന്ന്, സ്തോത്രം. ഹല്ലേലൂയ. ഒരു കൂട്ടം ജനം എന്ത് ചെയ്തിരിക്കുന്നു? ഹല്ലേലൂയ.
അവർക്ക് ആവശ്യമുള്ള, എനിക്കതൊക്കെ വിവരിച്ചു പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതായിട്ട് പോകുന്നത്. അവിടെ നിന്ന് വായിക്കുന്നു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു, നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മള് ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ഈ ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം നമുക്കുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ തണുപ്പിക്കൽ ഇന്ന് ഈ ചൂടിന്റെ ഈ അന്തരീക്ഷത്തിൽ നിന്ന്, ഈ വേദനയുടെ അന്തരീക്ഷത്തിൽ നിന്ന്, ഈ ഒറ്റപ്പെടലിന്റെ അന്തരീക്ഷത്തിൽ നിന്ന്, ഈ അകറ്റി നിർത്തുന്ന മേഖലയുടെ നടുവിൽ നിന്ന് നമ്മൾ യാത്ര തിരിച്ച് പോകുന്നത് ഒരു തീക്കുണ്ടത്തിലേക്കല്ല, നമ്മളെ തണുപ്പിക്കുന്ന ഒരിടമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ മാനിച്ചുയർത്തുന്ന ഒരു ഇടമുണ്ട്. അതുകൊണ്ടാ നിന്റെ ദൈവമേ, നിന്റെ ദയയാൽ അത് നീ എളിയവർക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ദയയായിട്ട് ദൈവം തന്റെ ജനത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് താഴോട്ട് വായിക്കുന്നു. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ ഹിമം പെയ്യുകയായിരുന്നു. ബാശാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ ദൈവം വസിപ്പാൻ ഇച്ഛിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്ന എന്ത്? യഹോവ അതിൽ എന്നേക്കും വസിക്കും. ഹല്ലേലൂയ. നമ്മൾ ജാതികളെ കണ്ടിട്ടുണ്ടോ? ഏത് പർവ്വതമാണെങ്കിലും അവരതിനെ ആധിപത്യം സ്ഥാപിച്ചിട്ട് അതിനൊരു മല, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ പുണ്യ ക്ഷേത്രങ്ങളാകട്ടെ പുണ്യസ്ഥലങ്ങളാകട്ടെ എല്ലാത്തിന്റെയും പുറകിൽ ഒരു മല കാണും, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് മല മുകൾ കേന്ദ്രീകരിച്ചാണ്. അത് ജാതികൾ ഏറ്റെടുത്തിട്ട് അവരുടെ ദൈവത്തെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അവരതിനെ പൂജിക്കുക. ദൈവം വായിക്കുന്നു, പറയുന്നു, ഭൂമിയിൽ നിന്ന് 2500 കിലോമീറ്റർ ഉയരത്തിലാണ് ഹല്ലേലൂയ ഹോരേബ് പർവ്വതം നിൽക്കുന്നത്. ഹോരേബ് പർവ്വതത്തിൽ ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പിന്നീട് നമുക്ക് കാണുന്ന പണിമടയായി തീരുന്നു ദൈവത്തിന്റെ പർവ്വതമായ സിയോൻ പർവ്വതം. അത് ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. ആ പർവ്വതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത് കാണുവാൻ പണിവിടയായി തീരുന്നു ഇന്ന് പല സമയത്ത്. അതുകൊണ്ടാണ് ഈ ജാതികളെല്ലാം ഓരോ മലകൾ, ഹല്ലേലൂയ, അടുത്ത ദിവസം നമുക്ക് കാണാം. ഹല്ലേലൂയ. ഈ ഇവിടുത്തെ ക്രിസ്തീയ മതക്കാരെല്ലാം കുരിശുമല കയറും. ഹല്ലേലൂയ. അത് കയറുന്നത് ഈ ദേശത്തെ നെടുങ്കണ്ടത്തെ ഏറ്റവും താഴെ ഒരു മലയിലേക്കല്ല, ഏറ്റവും ഉയർന്ന ഒരു മലയിലേക്ക് അവർ കയറും. ഹല്ലേലൂയ. ഏറ്റവും താഴ്ചയുള്ള മലയിലേക്കല്ല അവർ കയറുന്നത്. നെടുങ്കണ്ടത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും കാണത്തക്ക നിലവാരത്തിൽ ഇന്നോ ഇന്നലെയോ പണിത മലയല്ല. ചില വർഷങ്ങൾക്ക് കൊണ്ട് അവർ പണിത് ഒരുക്കി വെച്ചിരിക്കുന്ന മലകൾ. അവരുടെ ഹല്ലേലൂയ ഒരു നാട്ടപ്പെട്ട കുരിശ് അവിടെ കാണും. ആ കുരിശിൽ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ അവരവിടെ കയറും. അവർ അവരുടെ ദൈവത്തെ കാണാൻ. ഹല്ലേലൂയ. അവിടെയല്ല ദൈവം വസിക്കുന്നേ, നമ്മുടെ ദൈവം വസിക്കുന്നത് ഹല്ലേലൂയ അവിടെയല്ല. ഞാൻ അത് വിവരിച്ചു പോകുന്നില്ല. ഹല്ലേലൂയ. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ ദൈവം വസിപ്പാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ അതിനെ സ്പർശിച്ചു നോക്കുന്നത് എന്ത്? യഹോവ അതിലെന്നേക്കും വസിക്കും. ഹല്ലേലൂയ. എന്നിട്ട് വായിക്കുന്നു 19-ാമത്തെ വാക്യത്തിൽ, ദൈവം, നമ്മുടെ ദൈവം രക്ഷയാകുന്ന ദൈവമായി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നിന്റെ ദൈവം നിനക്ക് ബലം നൽകും, ബലം കൽപ്പിച്ചിരിക്കുന്നു. 28-ാമത്തെ വാക്യത്തിൽ